ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിന് പോകാൻ പോവാണ്. ആലപ്പുഴ ബീച്ചില് അപ്പം ഈ ബീച്ച് ഫെസ്റ്റിന്റെ ഓൾറെഡി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് ഒരു വീഡിയോ ഇടാന്ന് കരുതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി നമുക്ക് കാണാം ആലപ്പുഴ ബീച്ച്. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ കണ്ടോ, ഇവിടെ ഓരോ റൈഡ് കണ്ടിട്ട് ഞാനിങ്ങനെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. ഇതിനകത്തൊക്കെ കയറുമെന്ന് ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്യുവാണ്. കസപ്പൊത്തിലൊക്കെ പോകുന്ന കണ്ടിട്ട് ഇവിടെ നെച്ചു കിടക്കുക. ഇതിനകത്ത് കയറുന്ന കണ്ടിട്ടാണ് അച്ഛൻ പറഞ്ഞത് പതുക്കെ ഉള്ള, ഇതിനകത്ത് ഒത്തിരി പേടിക്കത്തൊന്നും ഇല്ലെന്ന്. കണ്ടിട്ട് എന്താ പറയാ, എന്റെ കൈയൊക്കെ തണുത്ത് തുടങ്ങി. ഏറ്റവും കൂടുതൽ പേടി വരുമ്പോഴേ കൈയൊക്കെ തണുത്ത് ആദ്യം എനിക്ക് റൈഡൊക്കെ കാണുമ്പോൾ അച്ഛനെ പേടി വരും. കണ്ടോ, ഇവിടുത്തെ ഓരോ റൈഡിന്റെ ഒക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നതാണ്. അപ്പൊ എല്ലാരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് കണ്ടോണം മാത്രം വന്നാൽ മതി. കണ്ടോ, ഈ സ്വാമിയുടെ ഈ കൊമ്പ് വെച്ചാണ്ടി കയറണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആമിനെ കയറ്റാൻ പോവാണ്. ആമി നടക്കുന്നുണ്ടെങ്കിൽ ബീച്ചസിന് വന്നാല് ആമിയുടെ പ്രധാനപ്പെട്ട സാധനമാണ് ഇങ്ങനത്തെ സാധനം. ബീച്ചസിന് മാത്രമല്ല, എവിടെ പരിപാടിക്ക് പോയാലും ഇതിനകത്ത് സാധനത്തിന് കയറാണ് പറ്റത്തില്ല. ഇതിനകത്ത് കയറില്ലെങ്കിൽ ആമില്ല, ഒരു മനസ്സുഖം കിട്ടത്തില്ല. ഇതിനകത്ത് കയറാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ പേടി വരും. ടോപ്പും പാന്റ് വൈറ്റ് ആമി ചാടി ചേർന്നത് കണ്ടോ. ആമി അങ്ങനെ എങ്ങനെയൊക്കെയോ പേര് പെട്ടെന്നുണ്ട്. ഇനി തിരിച്ചിറങ്ങാനാണ് ഗൈസ് പാട്. ആമി തിരിച്ചിറങ്ങാൻ പോകുന്നു. അതന്നെ ഇപ്പോഴത്തെ ബീച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി റൈഡ്സൊക്കെ വന്നിട്ടുണ്ട്. അല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടെ ഇതിലായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ. ഞാൻ കണ്ടിട്ട് എനിക്ക് പേടിയാണ് എല്ലാത്തിനും കയറാൻ. ആ സാധനത്തിലൊക്കെ കയറാന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടാ വളഞ്ഞു തിരിഞ്ഞ് പോകുന്ന സാധനത്തിലൊക്കെ കയറാന്ന് പറയുന്നത് എന്താവും. അപ്പൊ ഗൈസ്, നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അവിടെ ആ ഒരു സംഭവം കൂടെ ഉണ്ട്, കാർണിവല്, ആലപ്പുഴ ബീച്ച് കാർണിവല്. അതിനകത്ത് കയറാൻ സമയം കിട്ടിയില്ല. ന്യൂ ഇയറിന് വരുമ്പോ അതിനകത്ത് കയറി 12 മണി വരെയൊക്കെ ഇരിക്കാന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാവുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.